അസ്സലാമു അലൈക്കും. ഈ വർഷത്തെ റമളാൻ മാസം വന്നെത്തിയിരിക്കുകയാണ്. ഒരുപാട് ആളുകൾക്കുള്ള സംശയമാണ് റമളാൻ മാസത്തിലെ ഭക്ഷണം എങ്ങനെയായിരിക്കും, റമളാൻ മാസത്തിൽ നേരത്തെ ഭക്ഷണം കഴിയില്ലല്ലോ എന്നൊക്കെ. സത്യത്തില് റമളാൻ മാസം എന്നുള്ളത് ഫാസ്റ്റിംഗ് മാത്രമാണോ? നമ്മുടെ ശരീരം, മനസ്സ്, ആത്മാവ് ഒക്കെ ശുദ്ധീകരിക്കപ്പെടുന്ന ഒരു മാസം കൂടിയാണല്ലോ. അപ്പൊ ഈ ശുദ്ധീകരണം ശരിയായി നടക്കണമെങ്കിൽ നമ്മുടെ ഭക്ഷണം, വെള്ളവും ഒരു ബാലൻസിങ്ങിലായിരിക്കണം. അപ്പം നമ്മൾ രാവിലെ മുതൽ വൈകിട്ട് വരെ ഭക്ഷണമൊന്നും കഴിക്കാതെ മഗ്‌രിബ് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് ഭക്ഷണങ്ങൾ കഴിക്കുന്ന, അതായത് കുറേ പലഹാരങ്ങളും ജ്യൂസും ഒക്കെ ഫ്രൂട്ട്സും ഒക്കെ ഒരുമിച്ചിട്ട് കഴിക്കുന്ന ഒരു സിസ്റ്റമാണ് പൊതുവെ നമ്മുടെ നാട്ടിലുള്ളത്. ഇത് നമ്മുടെ ഈ ഒരു ഫാസ്റ്റിങ്ങിൻ്റെ ഹീലിംഗ് എന്നുള്ള ഒരു ഭാഗത്തെ ഇല്ലായ്മ ചെയ്യുകയും പകരം ക്ഷീണം, തലകറക്കം, ഒന്നിനും കഴിയാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു അതിൻ്റെ ഒരു തെറാപ്യൂട്ടിക് ലെവല് കിട്ടാത്തൊരവസ്ഥയും മാത്രമല്ല രോഗികളാക്കപ്പെടുന്ന രീതിയിൽ, അതായത് അസിഡിറ്റി പോലുള്ള അസുഖങ്ങൾ വരുന്നതിനും കാരണമാകും. ബ്ലഡിലെ ഷുഗർ പെട്ടെന്ന് സ്പൈക്ക് ആവുന്നതിനൊക്കെ കാരണമാകും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രാവിലെ മുതൽ വൈകിട്ട് വരെ നമ്മൾ ആമാശയം റെസ്റ്റിലായിരുന്നു. പ്രത്യേകിച്ചൊന്നും ആഹാരം നമ്മൾ കൊടുത്തിട്ടില്ല. പെട്ടെന്ന് നമ്മൾ ആഹാരം കൊടുക്കുന്ന സമയത്ത് ആമാശയത്തിന് അത് ഓവർ ഡ്യൂട്ടി ആയിട്ട് തോന്നും. അത് കൂടുതൽ പ്രയാസം ഉണ്ടാക്കും. നമ്മൾ ചെയ്യേണ്ടത് നോമ്പ് തുറക്കുന്ന സമയത്ത് 1/2 ഗ്ലാസ് വെള്ളം, പച്ചവെള്ളം, അതിൻ്റെ കൂടെ 1-2 ഈത്തപ്പഴം കഴിച്ച് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുക. അതിനുശേഷം കുറച്ച് സമയം ഗ്യാപ്പ് കൊടുക്കുക, ഒരു 5-10 മിനിറ്റ് ഗ്യാപ്പ് കൊടുക്കുക. നമ്മുടെ ആമാശയത്തിന് ഒരു അറിവ് കൊടുക്കുക, നമ്മൾ റെഡി ആയിട്ടുണ്ട്, നമ്മൾ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെന്ന്. പെട്ടെന്ന് ഒന്നായിട്ട് കൊടുക്കാതെ. അപ്പം ആ സമയം കൊണ്ട് മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിച്ച് വന്ന് നിങ്ങൾക്ക് എന്താണോ ഫുഡാക്കിയിട്ടുള്ളത് അത് കഴിക്കാം. ഇനിയിപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നമ്മൾ പ്രധാനമായും ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ അത് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ പോലുള്ളവർക്കൊക്കെ കാരണമാവും. നമ്മൾ ആഹാരത്തിൽ നമ്മൾ ഫ്രൂട്ട്സ്, ഫൈബർ കണ്ടൻസ് അടങ്ങിയ വെജിറ്റബിൾസ്, അതുപോലെ പ്രോട്ടീൻസ് വേണമെങ്കിൽ ഫിഷ്, മീറ്റ്, ചിക്കനൊക്കെ ഉൾപ്പെടുത്താം. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യത്തിന് കഴിക്കുക എന്നുള്ളതാണ്. നമുക്ക് ആ സമയത്ത് വിശപ്പ് മാറാൻ വേണ്ടി കഴിക്കാം. ഓരോരുത്തരുടെയും വിശപ്പ് ഡിഫറെൻ്റ് ആണല്ലോ. അപ്പം നിങ്ങളുടെ വിശപ്പിനനുസരിച്ചുള്ളത് നിങ്ങൾ കഴിക്കാം. അതുപോലെ തന്നെ പലരുടെയും സംശയമാണ് വെള്ളം കുടിക്കുന്നത്. അപ്പം നമ്മൾ രാവിലെ മുതൽ വൈകിട്ട് വരെ വെള്ളമൊന്നും കുടിച്ചില്ലാലോ, അപ്പം നമ്മുടെ ബോഡിക്ക് ആ ഒരു പ്രയാസം വരുമല്ലോ എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബോഡിക്ക് കൃത്യമായ ഡയഗ്നോസിങ് മെത്തേഡുകളുണ്ട്. അത് നമ്മളെ അറിയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പം നമ്മൾ അനാവശ്യമായ ഇടപെടലുകൾ നമ്മൾ നടത്തുമ്പോഴാണ് ബോഡിക്ക് അത്തരം സിഗ്നലൊക്കെ തരുന്നതിൽ തടസ്സം വരിക. പ്രത്യേകിച്ചും ദാഹത്തിൻ്റെ കാര്യം. നമ്മൾ അമിതമായി ചായ, കോഫി ഒക്കെ കുടിക്കുന്ന സമയത്ത് ഈ ദാഹിക്കുക എന്നുള്ള ഒരു അവസ്ഥ വരുന്നത് കുറയുകയും അത് കാരണമായി നമ്മൾ വെള്ളം കുടിക്കുന്ന അവസ്ഥ കുറയും. അതുപോലെ തന്നെയാണ് അത് വിശപ്പിനെയും സപ്രസ് ചെയ്യും. സ്വാഭാവികമായിട്ട് നമുക്ക് വിശപ്പ് ഉണ്ടായിട്ടും അല്ലെങ്കിൽ ഭക്ഷണം ആവശ്യമുണ്ടായിട്ടും ബോഡിക്ക് വിശപ്പോ അല്ലെങ്കിൽ വെള്ളം ആവശ്യമുണ്ടായിട്ടും ബോഡിക്ക് ദാഹമോ സിഗ്നൽ തരാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. അപ്പോൾ നമ്മൾ അമിതമായിട്ടുള്ള ചായ, കോഫി ഒക്കെ ഒഴിവാക്കണതാണ് നല്ലത്. വെള്ളം, ഭക്ഷണം ഒക്കെ നമ്മൾ കൃത്യമായിട്ട് ഒരു ബാലൻസിങ്ങിൽ കൊണ്ടുപോവാണെങ്കിൽ സത്യത്തിൽ റമളാൻ എന്നുള്ളത് ഒരു ഹീലിംഗ് തെറാപ്പി കൂടിയാണ്. ഹീലിംഗ് മന്താണ്. അപ്പോൾ ഫാസ്റ്റിംഗ് എന്നുള്ളത് ഒരു ഹീലിംഗ് തെറാപ്പിയാണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഈ 30 ദിവസമൊക്കെ ഫാസ്റ്റിംഗ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഒട്ടുമിക്ക രോഗങ്ങളും പൂർണ്ണമായും മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെയാണ് അത്താഴം. അത്താഴം സത്യത്തിൽ ഒരു മെഡിസിൻ തന്നെയാണ്. അത്താഴം കഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫ്രൂട്ട്സ്, അതുപോലെ ഫൈബർ കണ്ടന്റ് അടങ്ങിയ വെജിറ്റബിൾസ്, അങ്ങനത്തതൊക്കെ ഉൾപ്പെടുത്തി കഴിക്കുമ്പോൾ ഒരു പരിധിവരെ നമ്മുടെ ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്തുള്ള കോൺസ്റ്റിപ്പേഷനൊക്കെ തടയാൻ സഹായിക്കും. അതുപോലെ തന്നെ അധികമുള്ള സ്വീറ്റ്സ്, അങ്ങനത്തെ പൊരിച്ച കടികളൊക്കെ കഴിയുന്ന പരമാവധി ഒഴിവാക്കുക. അത്തരം സംഗതികളൊക്കെ നമുക്ക് അനാവശ്യമായ ദാഹം ഉണ്ടാക്കും. നമ്മൾ അത്താഴം കഴിച്ച് നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കണം വൈകിട്ട് വരെ. അപ്പോൾ അതിന് തീർച്ചയായിട്ടും അത്താഴം ഒരു മെഡിസിനാണ്. അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക, നല്ല ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും നല്ല സ്ട്രോങ് ആയിട്ടുള്ള, ആരോഗ്യത്തോടു കൂടിയുള്ള, സമ്പൽ സമൃദ്ധിയോടു കൂടിയുള്ള റമളാനും
ആ റമദാനിന് ശേഷം അത് തന്നെ കണ്ടിന്യൂ ചെയ്യാനും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.